നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിക്കും നേതാവ് അരവിന്ദ് കെജ്രിവാളിനും കനത്ത തിരിച്ചടി. രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്നത് ആകെ 10 MP-മാരായിരുന്നു. ഈ 10 MP-മാരിൽ 7 പേരും ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രശസ്തനായ MP രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലാണ് MP-മാർ ഇന്ന് BJP-യിൽ ചേർന്നത്. ആദ്യം 3 MP-മാരാണ് വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ പാർട്ടി വിടുന്നതായും തങ്ങൾ തെറ്റായ ഒരു പാർട്ടിയിലാണ് ഇത്രയും കാലം പ്രവർത്തിച്ചതെന്നും അതുകൊണ്ട് തന്നെ പാർട്ടി വിടുന്നു, നേരെ BJP-യിലേക്ക് പോകുന്നു എന്ന പ്രസ്താവന നടത്തിയത് തൊട്ടു പിന്നാലെ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ കൂടുതൽ MP-മാർ തങ്ങളോടൊപ്പം വരുമെന്നും 3-ൽ 2 MP-മാരും BJP-ക്കൊപ്പം വരുമെന്നും രാഘവ് ചദ്ദ പറഞ്ഞതുപോലെ തന്നെ നിമിഷങ്ങൾക്കകം മറ്റ് 4 MP-മാർ കൂടി BJP-യിലേക്ക് എത്തി എന്ന വാർത്ത പുറത്തു വന്നു. അതായത് രാജ്യസഭാ അധ്യക്ഷന് തങ്ങൾ ആം ആദ്മി പാർട്ടി വിട്ടതായും BJP-യിൽ ലയിക്കുന്നതായും കത്ത് നൽകിയിട്ടുണ്ട്. ഇത് ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, അതായത് 2025 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദില്ലി സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു. അത് ഒരുപക്ഷെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല, ദില്ലി മദ്യനയ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയും എല്ലാം അറസ്റ്റിലായിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ 10 രാജ്യസഭാ MP-മാരിൽ 7 പേരും ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് പാർട്ടിയെ രാഷ്ട്രീയമായി വളരെ അധികം തളർത്തുന്ന ഒരു വാർത്തയാണ്. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. അന്ന് UPA ഭരണകാലത്ത് രാജ്യമെമ്പാടും നിറഞ്ഞു നിന്ന അഴിമതി കഥകൾ, ആ അഴിമതി കഥകൾക്കെതിരെ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരുന്നു. ആ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അന്ന് ഒരിക്കലും തങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായി മാറില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. അതായിരുന്നു അണ്ണാ ഹസാരെയുടെ നയവും. എന്നാൽ പിന്നീട് അണ്ണാ ഹസാരെയുമായി പിണങ്ങി അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നും രാജ്യത്ത് നടക്കുന്ന അഴിമതിക്കെതിരെ എന്നും പോരാടുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദില്ലി പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത്. 2013-ൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടു. 2013-ൽ ഉള്ള അല്ലെങ്കിൽ അധികാരത്തിൽ വന്ന മന്ത്രിസഭയ്ക്ക് 2 വർഷം മാത്രമേ അവിടെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 2015-ൽ വീണ്ടും ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി സർക്കാർ 2015-ൽ ദില്ലിയിൽ അധികാരത്തിൽ വന്നത്. 2020-ൽ നടന്ന തിരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി തന്നെ തുടർഭരണം നേടുകയായിരുന്നു. അങ്ങനെ 12 കൊല്ലമാണ് തുടർച്ചയായി ആം ആദ്മി പാർട്ടി ദില്ലി ഭരിച്ചത്. തുടർന്ന് ദില്ലിക്ക് പുറത്തേക്കും ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം വ്യാപിച്ചു. രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ എതിരാളികളെ ഞെട്ടിച്ചുകൊണ്ട് പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ഭരണം പിടിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആം ആദ്മി പാർട്ടിയുടെ ഒരു തകർച്ചയായിരുന്നു. അഴിമതിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അഴിമതിക്കെതിരെയുള്ള പോരാളികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന അരവിന്ദ് കെജ്രിവാളും സംഘവും പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയുടെ ഭാഗമായി മാറുകയായിരുന്നു. ദില്ലിയിലെ മദ്യനയ കുംഭകോണ കേസ്, ദില്ലിയിലെ മദ്യനയം മദ്യരാജാക്കന്മാർക്ക് അനുകൂലമായി മാറ്റിയെഴുതുകയും അതിന് കൈക്കൂലിയായി ഏതാണ്ട് 100 കോടിയിലധികം രൂപ കൈപ്പറ്റിയെന്നുമായിരുന്നു കേസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ CBI-യും ഈ കേസ് അന്വേഷിക്കുന്നു. ദില്ലിയുടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കിട്ടിയ ഒരു പരാതിയിൽ നിന്നാണ് ആ കേസ് പിന്നീട് ഉയർന്നു വന്നത്. ആ കേസിൽ അന്ന് ദില്ലിയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ജയിലിൽ പോകുന്നു, അറസ്റ്റിലാകുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയായിരിക്കും തന്നെ അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലാകുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ കാണുന്നത്. പിന്നീട് അദ്ദേഹം ജാമ്യം ലഭിച്ച് മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച് പുറത്തു വന്നതിന് ശേഷമാണ് മത്സരിക്കുന്നത്. ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുകയാണെന്നും ജനങ്ങളുടെ കോടതിയിൽ വിധി മറിച്ചായാൽ അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാനായി
ഭീഷണിയായിട്ട് BJP ഉപയോഗിക്കുകയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ജനവിധി അദ്ദേഹത്തിന് എതിരായിരുന്നു. ഏതാണ്ട് 12 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനം അത് BJP പിടിക്കുന്നതാണ് നമ്മൾ 2025 ജനുവരിയിൽ കണ്ടത്. BJPയുടെ വനിതാ മുഖ്യമന്ത്രി പിന്നീട് അധികാരത്തിലേറുന്നത് കണ്ടു. അതിനുശേഷം ഇതാ വീണ്ടും ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. രാജ്യസഭാ MP-മാരിൽ 10 രാജ്യസഭാ MP-മാരിൽ ഏതാണ്ട് 7 MP-മാരും ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു, BJPക്കൊപ്പം പോകുന്നു. ഇത് കനത്ത തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടിക്ക്. ഈ MP-മാർ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് എന്ന് ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഓപ്പറേഷൻ താമര നടത്തുകയാണ് BJP എന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ BJPയിലേക്ക് പോയ ചില MP-മാരുടെ പേരിൽ ED കഴിഞ്ഞ ദിവസം കേസെടുത്തതായും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ MP-മാർ ഇപ്പോൾ BJPയിലേക്ക് പോയത് എന്നുമൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. എന്തായാലും ഭൂരിപക്ഷം MP-മാരും ഇപ്പോൾ BJPക്കൊപ്പം പോയതുകൊണ്ട് തന്നെ ഈ കൂറുമാറ്റ നിരോധനമൊന്നും തന്നെ ഇവർക്ക് മേൽ എടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് BJPയുടെ അംഗബലം രാജ്യസഭയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ്. ആം ആദ്മി പാർട്ടിയിലെ ഏതാനും MP-മാർ BJPയിലേക്ക് പോകുന്നു എന്നതിനപ്പുറം രാജ്യസഭയിൽ BJPയുടെ കരുത്ത് കൂടുന്നു എന്നും ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതിങ്ങനെയാണ്, അതായത് ഈ കഴിഞ്ഞ മാർച്ചിലാണ് രാജ്യസഭയിൽ ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ അംഗബലം രാജ്യസഭയിൽ 106 ആണ്. NDAക്ക് മൊത്തത്തിൽ 139 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. 245 അംഗ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമായി രാജ്യസഭയിൽ വേണ്ടത് 123 അംഗങ്ങളുടെ പിന്തുണയാണ്. ആ നിലയിൽ ഇപ്പോൾ തന്നെ NDAക്ക് വലിയ ഭൂരിപക്ഷമുണ്ട്, 139 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ആ ഒരു ശക്തി അത് വീണ്ടും കൂടുകയാണ്. 7 പേർ കൂടി രംഗത്ത് വരുമ്പോൾ അതിനനുസരിച്ച് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ അംഗബലം വർദ്ധിക്കുകയാണ്. അതായത് 146 NDAയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. അതായത് 3/2 ഭൂരിപക്ഷത്തിലേക്ക് ഈ എത്തുന്നു എന്നുള്ളതാണ്. 3/2 ഭൂരിപക്ഷത്തിലേക്ക് NDA രാജ്യസഭയിൽ എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിലേക്കാണ്, രാജ്യസഭാ സീറ്റുകളിലേക്കാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ 15 സീറ്റുകളിൽ 8 നേടിയത് NDA ആണ്. അങ്ങനെ ഒരു വലിയ വിജയത്തിന് പോലും NDAക്ക് ലഭിക്കുന്നത് 8 MP-മാരെ ആയിരുന്നു. അത് വെക്കേഷൻ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നും 7 MP-മാർ കൂടി BJPയിലേക്ക് വരുമ്പോൾ തീർച്ചയായും BJPയുടെ അംഗബലം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ അംഗബലം 113 വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ NDAയുടെ അംഗബലം അത് 146 വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം ഇപ്പോൾ BJPക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. BJP ചരിത്രത്തിലെ അല്ലെങ്കിൽ BJP സഖ്യത്തിന് തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള ഒരു സമയമായി ഇപ്പോൾ രാജ്യസഭ മാറുകയാണ്. അത്രമാത്രം പ്രാധാന്യം ഈ MP-മാരുടെ പോക്കിലേക്കുണ്ട്. എന്തായാലും വളരെ വിദഗ്ധമായി തന്നെ, വളരെ നിശബ്ദമായി തന്നെ BJP അത് കൈകാര്യം ചെയ്തിരിക്കുന്നു. ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ സർവാധിപത്യം, ഏകാധിപത്യം മടുത്ത് ഇരുന്ന നേതാക്കന്മാരെ തീർച്ചയായും അത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ വലിയ നേട്ടമായി നമുക്കറിയാം. 3/2 ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് വനിതാ ബില്ലടക്കം ലോക്സഭയിൽ പരാജയപ്പെട്ടു പോയത് എന്നോർക്കണം. ഈ സാഹചര്യത്തിലാണ് BJPക്ക് മൃഗീയ ഭൂരിപക്ഷം രാജ്യസഭയിൽ ലഭിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ആം ആദ്മി പാർട്ടിയിലെ MP-മാർ പോകുന്നത്.